ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3-4 വാക്യങ്ങൾ. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഒരു ദിവസം ആ വീട്ടിലെ മക്കൾ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ അമ്മ എലിസബത്ത് കരഞ്ഞ് തളർന്നിരിക്കുന്നു. പിതാവ് ജോണിനെ കാണാനുമില്ല. സാവകാശം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. കടബാധ്യത മൂലം പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 8 മക്കളുള്ള ആ വീട്ടിലെ രണ്ടാമനായിരുന്നു ചാൾസ്. പഠിച്ചു മിടുക്കനായി ഉയർന്ന ജീവിതം നയിക്കണം എന്ന അവൻ്റെ വലിയ സ്വപ്നം അവിടെ അവസാനിച്ചു. ഫീസ് കൊടുക്കുവാനില്ലാതായപ്പോൾ സ്കൂളിൽ നിന്നും അവനെ പുറത്താക്കി. അന്നന്നത്തെ ആഹാരത്തിന് പോലും മാർഗം ഇല്ലാതെയായി. പട്ടിണി സഹിക്കുവാൻ കഴിയാതെയായപ്പോൾ ചാൾസ് 12-ാമത്തെ വയസ്സിൽ ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ജോലികളെല്ലാം അവൻ ചെയ്തു. തെരുവിലും പൊതുവാഹനങ്ങളിലും ഷൂ പോളിഷ് ചെയ്തും ചുമടെടുത്തും ഹോട്ടലിൽ ജോലികൾ ചെയ്തും കിട്ടുന്ന ഓരോ നാണയവും അവൻ അമ്മയെ ഏൽപ്പിച്ചു. പഠിക്കുവാനുള്ള മോഹം അവൻ കെടാതെ സൂക്ഷിച്ചു. കൺമുൻപിൽ കിട്ടുന്നതെല്ലാം അവൻ വായിച്ചു. അങ്ങനെ അവനിലെ എഴുത്തുകാരൻ ജനിച്ചു. കാലം നൽകിയ ദാരിദ്ര്യവും പട്ടിണിയും അപമാനങ്ങളുമെല്ലാം അയാൾ കടലാസിലേക്ക് പകർത്തി. ആ അനുഭവങ്ങളും ദുരിതങ്ങളുമെല്ലാം പിൽക്കാലത്ത് കഥകളായും നോവലുകളായും വായിച്ച് ലോകം അത്ഭുതം കൊണ്ടു. ഇത് ഇംഗ്ലണ്ടിലെ പോർട്സ്മൗത്തിലെ ലാൻഡ്പോർട്ടിൽ ജനിച്ച സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസിൻ്റെ ചരിത്രം. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ടില്ലാത്ത മഹാന്മാർ ആരുണ്ട്? ഏബ്രഹാം ലിങ്കൺ വഴിവിളക്കിൻ്റെ വെളിച്ചത്തിലാണ് പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത്. ദാരിദ്ര്യവും മറ്റു പലവിധ പ്രതികൂല സാഹചര്യങ്ങളും അലട്ടിയിട്ടില്ലാത്ത ആരുമില്ല. മഹാന്മാർക്ക് അതെല്ലാം അവരെ ശക്തീകരിക്കുന്ന മുഖാന്തരങ്ങളായിരുന്നു. ഷേക്സ്പിയറിന് ശേഷമുള്ള ഏറ്റവും വലിയ സാഹിത്യകാരനായിരുന്നു ഡിക്കൻസ്. പ്രതിസന്ധികൾക്ക് ഒരു വലിയ ഗുണമുണ്ട്. അത് നമ്മെ അനേകം നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. മൂർത്ത മുനയുള്ള കല്ലുകൾ വെള്ളപ്പാച്ചിലിൽപ്പെട്ട് പാറപ്പുറത്തുകൂടെ ഒഴുകി അതിൻ്റെ കൂർത്ത മുനയും പരിവരുത്ത ഭാഗങ്ങളും അടർന്നു മാറി മിനുസമുള്ള കല്ലുകളായി രൂപാന്തരപ്പെടുന്നത് പോലെ ജീവിതത്തെ മിനുസമുള്ളതാക്കുവാൻ പ്രതിസന്ധികൾക്കല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. തീയിൽ ഉരുക്കിയെങ്കിൽ മാത്രമേ സ്വർണം മേന്മയുള്ളതാവൂ. ജീവിതവും അങ്ങനെയാണ്. സുഖം, സമൃദ്ധി, സ്ഥാനമാനങ്ങൾ തുടങ്ങിയവ പലരെയും അഹങ്കാരികളും ക്രൂരരുമാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വേദനയും കഷ്ടവും രോഗവും ദുഃഖവും അനേകരുടെ ജീവിതത്തെ മഹത്തരമാക്കിയിട്ടുണ്ട്. ആകയാൽ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ അവയെ ലഭിച്ചതിലൂടെ ജീവിതത്തിൽ സാധ്യമായി തീരേണ്ട മഹത്തരമായ അനുഭവങ്ങൾ പ്രാപിക്കുന്നതിന് സന്തോഷപൂർവ്വം അവയെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ കഷ്ടങ്ങൾ നമ്മെ പ്രശോഭിപ്പിക്കുന്ന മുത്തുകളായി രൂപാന്തരപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കഷ്ടങ്ങളിലും പ്രതിസന്ധികളിലും പതറിപ്പോകാതെ കർത്താവെ, അത് ലഭിച്ചതിലൂടെ ജീവിതത്തിൽ സാധ്യമായി തീരേണ്ട മഹത്തായ അനുഭവങ്ങൾ പ്രാപിക്കുന്നതിനും ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെയും സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.